ഹലോ ഗൈസ്, വെൽക്കം എവരിവൺ. ഐ ആം ഡിയോൺസ്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ കിച്ചണിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഉപകരണമാണ്. അതാണ് ഫ്രാങ്കിയുടെ ടർബോ എലൈറ്റ് TE125 ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ. ഈ ഫ്രാങ്കി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ നിങ്ങളുടെ അടുക്കളയെ ശുചിയാക്കി ദുർഗന്ധമില്ലാതെ വളരെ വൃത്തിയായി ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത്. ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ നമ്മൾ സിങ്കിന്റെ അടിയിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. നമ്മുടെ ഓതറൈസ് ടെക്നീഷ്യൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരും. ആളുടെ ചാർജ് 500 രൂപ താഴെ മാത്രമേ വരുന്നുള്ളൂ. ഫ്രാങ്കിയുടെ വേസ്റ്റ് ഡിസ്പോസർ സിങ്കിന്റെ അടിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ സിങ്കിന്റെ സെൻട്രൽ ഭാഗം, വേസ്റ്റ് പോകുന്ന ഭാഗം 3.5 ഇഞ്ചസ് ആയിരിക്കണം. അതൊരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആണ്. ബ്രാൻഡഡ് സിങ്കുകളെല്ലാം 3.5 ഇഞ്ചസ് ആണ് വരുന്നത്. ഇനി ലോക്കൽ ബ്രാൻഡാണ് 3.5 ഇഞ്ചസ് അല്ലെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമതായി പോട്ട് സിങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് സിങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമതായി സെൻട്രൽ സ്ക്വയർ കപ്ലറുള്ള സിങ്കുകൾ ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളോട് സാധാരണ സ്ക്വയർ കപ്ലറുള്ള സിങ്കുകൾ വരാറില്ല, ഇമ്പോർട്ടഡ് ആണെങ്കിലാണ് സാധാരണ സംഭവിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫ്രാങ്കി മേടിക്കുന്നതിന് മുമ്പ് സിങ്കിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ടത് സിങ്കിലേക്ക് ഫുഡ് വേസ്റ്റ്, ഫുഡിൻ്റെ സ്ക്രാപ്പ്, അതുപോലെ പച്ചക്കറികളുടെ വേസ്റ്റ്, അതുപോലെ മത്സ്യമാംസാദികളുടെ വേസ്റ്റ് എല്ലാം സിങ്കിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ഡിസ്പോസർ അത് ഗ്രൈൻഡ് ചെയ്ത് ലിക്വിഡ് ഫോമിലാക്കി നമുക്ക് പുറത്തേക്ക് വരും. ഈ ഫ്രാങ്കിയുടെ വേസ്റ്റ് ഡിസ്പോസർ 8 കിലോ ഭാരം വരും. 1.25 HP-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 550 വാട്ട്സ് ആണ് ഇത് വരുന്നത്. ബിലോ 57 ഡെസിബിലാണ് ഇതിന്റെ സൗണ്ട് വരുന്നത്. ഇതിൽ വരുന്നത് എയർ സ്വിച്ച് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സിങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൈ നനഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് എയർ സ്വിച്ച് ഉള്ളത് കൊണ്ട് നമുക്ക് യാതൊരു കംപ്ലൈന്റും വരില്ല. ഫ്രാങ്കിയുടെ വേസ്റ്റ് ഡിസ്പോസറിൽ വേസ്റ്റ് ക്രഷ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇമ്പല്ലറാണ്. അതുകൊണ്ട് ബ്ലേഡ് പോലെ ഇത് പൊട്ടില്ല. 1 ഇയർ ആണ് കോംപ്രഹെൻസീവ് വാറണ്ടി വരുന്നത്. ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സിങ്കിനടിയിലും അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന എയർ സ്വിച്ച് നമ്മുടെ സിങ്കിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം. എയർ സ്വിച്ചിൽ ഒരു പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിലുള്ള 1.4 ലിറ്റർ വേസ്റ്റ് 30 സെക്കൻഡിനുള്ളിൽ ഗ്രൈൻഡ് ചെയ്ത് ഡിസ്പോസ് ചെയ്ത് ലിക്വിഡ് ഫോമിൽ പുറത്തു വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഒരേ സമയത്ത് 1.4 ലിറ്റർ കപ്പാസിറ്റിയാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ തന്നെ ഇത് സ്റ്റക്ക് ആവും. അടിയിൽ ഒരു സ്വിച്ച് വരുന്നുണ്ട്, റീസ്റ്റാർട്ട് സ്വിച്ച് വരുന്നുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 1.4 ലിറ്റർ ഗ്രൈൻഡിങ് സ്റ്റാർട്ട് ചെയ്ത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും. ഫ്രാങ്കിയുടെ ഗ്രൈൻഡിങ് ഭാഗങ്ങൾ മുഴുവൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം മുഖേനയോ അല്ലെങ്കിൽ ആസിഡ് മുഖേനയോ അഴുക്ക് മുഖേനയോ ഇതിനകത്ത് കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുരിങ്ങയുടെ തോല്. അത് ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് മുരിങ്ങയുടെ തോലിലിട്ട് കഴിഞ്ഞാൽ കിടന്ന് കറങ്ങുള്ളൂ, അത് വേസ്റ്റായി ഡിസ്പോസ് ചെയ്ത് പോവില്ല. രണ്ടാമത് വരുന്നത് കക്കയുടെ ഷെല്ല്. അത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. കക്കയുടെ ഷെല്ല് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത് വരുന്നത് ഉള്ളിത്തോട്. ഉള്ളിത്തോട് ഇതിലിട്ട് കഴിഞ്ഞാൽ വെറുതെ കിടന്ന് കറങ്ങുള്ളൂ, പുറത്തേക്ക് പോവില്ല. പിന്നെ നാലാമത് വരുന്നത് ചക്കമടല്. ഈ 4 സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലത്തെ ഫുഡ് വേസ്റ്റ് 1-2 മണിക്കൂർ ഇരുന്ന് തന്നെ അത് ബാക്ടീരിയ വരും, ഈച്ചകളും മറ്റുള്ളവർക്ക് വന്ന് അത് ദുർഗന്ധം വരും. അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ഈ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ വരുന്നത്. നമ്മൾ നേരെ ഫുഡ് വേസ്റ്റ് അപ്പം തന്നെ നമ്മൾ സിങ്കിലേക്ക് ഇടുക. അതോടൊപ്പം തന്നെ വെള്ളം ചേർത്ത് സിങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ അപ്പോൾ തന്നെ അത് ഡിസ്പോസ് ചെയ്തിരിക്കും. ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ ഏത് സമയം നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്ത് വെക്കണം. ഇത് എപ്പോഴും വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. സിങ്കിൽ നിന്ന് വെള്ളം മാത്രമാണ് വരുന്നതെങ്കിൽ വെള്ളം മാത്രം ഇതിലൂടെ ഒഴുകിപ്പോകും. ഡിഷ് വാഷറും ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്ന ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഡിഷ് വാഷറിന്റെ വേസ്റ്റും ഈ ഡിസ്പോസറിലൂടെ ഡിസ്പോസ് ചെയ്ത് ലിക്വിഡ് ഫോമിൽ പുറത്തു വയ്ക്കും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. മോർ ഇൻഫോർമേഷന് വേണ്ടി മിസ്റ്റർ സന്തോഷുമായി ബന്ധപ്പെടുക.